അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ ചടങ്ങുകളുണ്ടെന്ന് അറിയണം. വിഷ്ണു പ്രസാദ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയോധ്യയിൽ നമ്മോടൊപ്പുള്ളത്. വിഷ്ണു, ഇതിൻ്റെ മർമ്മപ്രധാനമായ ചടങ്ങ് കഴിഞ്ഞല്ലോ, ഇനി എന്തൊക്കെയുണ്ട്? അനുബന്ധമായിട്ടുള്ള മറ്റു പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പൂജകളിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSS നേതാവിയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉത്തർപ്രദേശ് ഗവർണറും പ്രധാനമന്ത്രിയോടൊപ്പം ഇപ്പോൾ ശ്രീലകത്തുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഇനി എത്ര സമയം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് മൊത്തത്തിൽ ഇത്? ഇതിപ്പോൾ ഒരു മണി വരെ, ഏകദേശം 12:55 വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പൂജാ കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യത്തിന്റെ പ്രധാനമന്ത്രി പൂജാരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കിയ പള്ളിയിൽ പടുത്തുയർത്തിയ രാമക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹം, ബാലരൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇപ്പോൾ നടക്കുന്ന പൂജകൾ പൂർത്തിയായി ആരതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ആരതി കൂടി അവസാനിക്കുന്നതോടുകൂടി 1 മണിയോടുകൂടി പ്രധാനമന്ത്രി യോഗത്തിൽ അഭിസംബോധന ചെയ്യും. അതിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികൾക്ക് മുൻപിലാണ് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് തന്നെ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി, കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ എന്നിവർ ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലുണ്ട്. വിഗ്രഹത്തിന്റെ കണ്ണുകൾ കെട്ടിയിരുന്ന തുണി ഇപ്പോൾ അഴിച്ചു മാറ്റിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പൂജാ കർമ്മങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത ദീക്ഷിതിന്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ വിഗ്രഹം മൈസൂർ സ്വദേശിയായ യോഗി അരുൺ രാജ് എന്ന് പറയുന്ന ശില്പിയാണ് നിർമ്മിച്ചത്. ഈ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നാണ് ശരിക്കും ആളുകൾക്ക് കാണേണ്ടിയിരുന്നതെങ്കിലും 2 ദിവസം മുൻപ് തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ
വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോഴും അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുമ്പോഴും വലിയ ആശങ്കയിലുള്ള ഒരു വിഭാഗം ജനങ്ങളും അയോധ്യയിലുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം 92-ൽ ഇതേ രീതിയിൽ എത്തിയ ആൾക്കൂട്ടമായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. തുടർന്നുണ്ടായ കലാപത്തിൽ 2000-ഓളം പേർക്കാണ് രാജ്യത്ത് ജീവൻ നഷ്ടമായത്. ആ ഓർമ്മകളെല്ലാം ഒരുപക്ഷെ അയോധ്യാവാസികളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. അതുകൊണ്ട് എന്ത് തന്നെയായാലും രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി മുന്നോട്ട് പോകാനായിരുന്നു BJPയുടെ തീരുമാനം. ആ തീരുമാനമാണ് രാമക്ഷേത്ര ട്രസ്റ്റും ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശ്രീരാമനവമി ദിവസം വേണം പ്രാണപ്രതിഷ്ഠ എന്ന പണ്ഡിതന്മാരുടെ വാക്കുകളെല്ലാം അവഗണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തരുത് എന്ന ശങ്കരാചാര്യന്മാരുടെ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ശ്രീരാമ വിഗ്രഹത്തിന് ജീവൻ നൽകുന്നു എന്ന സങ്കല്പം അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയാകാൻ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാൽനടയായി സരയൂ നദീതീരത്തു നിന്നും അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള പദയാത്ര നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹം കൊണ്ടുവന്ന മകുടം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ശ്രീരാമനെ കാണിക്കയായി സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. RSS സത്സംഗ് ചാലക മോഹൻ ഭാഗവതും ബാബരി മസ്ജിദ് ഭൂമിയിൽ പടുത്തുയർത്തിയ ശ്രീരാമ ക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹത്തിന് ഇപ്പോൾ പൂക്കൾ അർപ്പിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് അത് പുറത്തിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മണിക്ക് ഈ അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. എന്തായാലും ശ്രീരാമ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. BJP ഉദ്ദേശിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കാൻ സാധിച്ചു. നാളെ മുതൽ ഭക്തർക്ക് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ജനം എഴുതുന്ന ഒരു ചടങ്ങ് കൂടിയാണുള്ളത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ശ്രീരാമ വിഗ്രഹത്തിൽ അഞ്ജനം എഴുതുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. നിരവധി പുരോഹിതർ ഇപ്പോഴും ക്ഷേത്രത്തിനകത്തുണ്ട്. അവർ ഈ മന്ത്രോച്ചാരണങ്ങളെല്ലാം നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ആചാര്യ സ്ഥാനത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ യജമാന സ്ഥാനത്തിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.